നേമത്ത് വീട്ടിൽ പ്രസവിക്കുന്നതിനിടെ യുവതിയും നവജാത ശിശുവും മരിച്ച സംഭവത്തിൽ യുവതിക്ക് അക്യൂപങ്ക്ചർ ചികിത്സ നൽകിയ ശിഹാബുദ്ദീൻ പിടിയിൽ. കൊച്ചിയിൽ നിന്നാണ് വെഞ്ഞാറമൂട് സ്വദേശിയായ ശിഹാബുദ്ദീനെ പിടികൂടിയത്. ചോദ്യം ചെയ്യലിനിടെ പോലീസ് സ്റ്റേഷനിൽ നാടകീയ രംഗങ്ങളുണ്ടായി. യുവതിയുടെ ഭർത്താവ് നയാസ് ശിഹാബുദ്ദീന് നേരെ പാഞ്ഞെടുത്തു. പോലീസ് ഇടപെട്ട് ഇയാളെ പിടിച്ചു മാറ്റുകയായിരുന്നു. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അഖിൽ ഷാ, ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്? ഈ ചികിത്സ നൽകിയ ആളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളിൽ നിന്നും ഇനി കൂടുതലായി എന്തൊക്കെ വിവരങ്ങളാണ് അറിയാനുള്ളത്? അഖിൽ ഷാ. ശ്രീലക്ഷ്മി, ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്ക് അറിയിക്കാനുള്ളത് ഈ ഷിഹാബുദ്ദീൻ്റെ അറസ്റ്റ് തിരുവനന്തപുരം നേമം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായും ഇന്ന് ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തെ ഈ നേമം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ ഈ കസ്റ്റഡിയിൽ വാങ്ങിയ ഈ മരിച്ച യുവതിയുടെ ഭർത്താവിനെയും ഒപ്പം ഈ ഷിഹാബുദ്ദീനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇദ്ദേഹത്തെ ഈ ഷിഹാബുദ്ദീനെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കുകയും അതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിലെത്തി ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നത്. ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് തന്നെ ഈ ഷിഹാബുദ്ദീനെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരവും നേമം പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതിനിടയിൽ തന്നെ ഈ ചോദ്യം ചെയ്യലിനിടെ ഈ ഷിഹാബുദ്ദീനെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഇറക്കുന്ന സമയത്താണ് ഈ നയാസ് ഇദ്ദേഹത്തിന് നേരെ ചാടി വീഴുകയും ഒരു ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായി ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത് അപ്പോഴുണ്ടായ ഒരു വികാരത്തിന് പുറത്താണ് ഈ നയാസ് ഇയാളെ ആക്രമിക്കാൻ ശ്രമിച്ചതെന്നുള്ള കാര്യമാണ്. അത് അപ്പോൾ തന്നെ പോലീസ് ഇടപെട്ട് മാറ്റുകയും ചെയ്തിരുന്നു. എന്തായാലും മറ്റൊരു പടി കൂടി പോലീസ് ഈ കേസിൽ കടന്നിരിക്കുന്നു. ഷിഹാബുദ്ദീൻ, അതായത് യുവതിക്ക് അക്യൂപങ്ക്ചർ ചികിത്സ നൽകിയ ഷിഹാബുദ്ദീൻ്റെ അറസ്റ്റ് ഈ ഘട്ടത്തിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾക്കും പോലീസ് ഒരുങ്ങുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും നമ്മൾ നേരത്തെയൊക്കെ വ്യക്തമാക്കിയതുപോലെ ഈ പ്രസവ സമയത്തൊപ്പം ഉണ്ടായിരുന്ന ഈ നയാസിൻ്റെ മുൻ ഭാര്യ, മകൾ ഉൾപ്പെടെയുള്ളവരെ കൂടുതൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കും. പിന്നാലെ അവരെയും പ്രതി ചേർത്ത് അവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ് പോലീസും ഈ ഘട്ടത്തിലുള്ളത്. എന്തായാലും വളരെ വ്യാപകമായ ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ നടത്തി വരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്യുകയും ഷിഹാബുദ്ദീനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ ചികിത്സ നടത്തിയ ആളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നാടകീയമായ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. തിരുവനന്തപുരം നേമത്ത് വീട്ടിൽ പ്രസവിക്കുന്നതിനിടെ യുവതിയും നവജാത ശിശുവും മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ചികിത്സ നൽകിയ ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്താണ് പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള നാടകീയമായ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്.